നമുക്ക് കിരണിന്റെ കല്യാണിയുടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് കല്യാണിന്റെ അടുത്ത് വന്ന് വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് സ്റ്റെഫി പുറത്തേക്ക് ഇറങ്ങി പോകുകയാണ്. സ്റ്റെഫിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കിരൺ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു, തന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഒക്കെ തന്നെ തീർക്കും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ കല്യാണിക്ക് സഹിക്കാൻ പറ്റിയില്ല. തന്റെ കിരണേട്ടൻ പോലീസ് ലോക്കപ്പിലായിരുന്നു, താനത് അറിഞ്ഞതുകൂടിയില്ല. പിന്നീട് ബൈജുവിനോടും കാദംബരിയോടും ഒക്കെ ചോദിച്ചു, എന്തൊക്കെയായി കേൾക്കണേ? കിരണേട്ടൻ പോലീസ് ലോക്കപ്പിലായിരുന്നിട്ട് നിങ്ങൾ ഒരു വാക്കെങ്കിലും എന്നോട് പറഞ്ഞോ? അത് കേട്ടപ്പോൾ കാദംബരി പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾ കല്യാണിയോട് മനഃപൂർവ്വം പറയാതിരുന്ന, ഈ അവസരത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണിക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും അത് അങ്ങനെയല്ലല്ലോ കാദംബരി ചേച്ചി, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് കേട്ടപ്പോൾ ബൈജു പറഞ്ഞു, ഇപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ കല്യാണിയെ, പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചല്ലോ. കിരൺ അളിയൻ നിരപരാധിയാന്നുള്ള സത്യം പുറത്തു വരികയും ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്തിനാ ടെൻഷൻ അടിക്കണമെന്ന് ചോദിച്ചു. കല്യാണി പറഞ്ഞു, എന്തെങ്കിലും ആയിപ്പോയായിരുന്നെങ്കിലോ, കിരണേടൻ ജയിലിലേക്ക് പോകേണ്ട ഒരു അവസരം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും നിങ്ങൾ എന്നോട് എന്തിനാ അതൊക്കെ മറച്ചു വെച്ചേ? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു. കാദംബരി പറഞ്ഞു, മറച്ചു വെച്ചൊന്നും അല്ല, നിന്റെ അസുഖത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അപ്പം കിരൺ തന്നെ പറഞ്ഞേ, ഇപ്പം തൽക്കാലത്തേക്ക് കല്യാണോടൊന്നും പറയണ്ടാന്ന്. കിരണേട്ടൻ അങ്ങനെയൊക്കെ പറയും എൻ്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കിരണേട്ടന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് കല്യാണി പറഞ്ഞു. ഇതേ സമയത്ത് CI ഗംഗാപ്രസാദിനെ കുറിച്ച് അന്വേഷിക്കണം. ഒരുപക്ഷെ അയാൾ മരിച്ചിട്ടുണ്ടായിരിക്കണം, മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ബോഡി എന്ത് ചെയ്തു, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരുന്നു അയാളുടെ മനസ്സിനറിയും. അങ്ങനെ ഒടുവിൽ അയാൾ പോയി ആ തെങ്ങും തൈ മേടിച്ച് അയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനു മുമ്പ് ഒരു തവണ ആ നഴ്സറിയിലെ ഉടമയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേങ്കിൽ അയാൾ ശരിക്കും ഉരുണ്ട് കളിച്ചു. കിരൺ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യ ഡേറ്റും കാര്യങ്ങളൊന്നും പറയരുതെന്ന്. ഇത്തവണ എന്താണെങ്കിലും അയാളെ പിടിച്ച് പോലീസ് ലോക്കപ്പിലേക്ക് കൊണ്ടുവരുവാണ്. എന്നിട്ട് അയാളെ ഭീഷണിപ്പെടുത്തണം, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ അയാളെ സമ്മതിച്ചു. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് വാങ്ങിച്ചത് പറയണമെന്ന്, അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ മൊഴി തന്ന സാറേ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ CI മാർട്ടിൻ്റെ ഒരു കാര്യം തോന്നി, ചിലപ്പോൾ ശരിയായിരിക്കും, ഇവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചായിരിക്കും. അങ്ങനെയാണെങ്കിൽ കിരണിന് വ്യക്തമായിട്ടറിയാം എങ്ങനെയാ അയാൾ കൊല്ലപ്പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടറിയാം. എല്ലാം പ്ലാൻ ചെയ്ത് തന്നെയാണ് അവർ കാര്യങ്ങളൊക്കെ നടപ്പാക്കിയിരിക്കുന്നത്. വീണ്ടും CI അന്വേഷണം ആരംഭിക്കുകയാണ്. അങ്ങനെ അന്വേഷണം ആരംഭിച്ച് കിരണിന്റെ വീടിൻ്റെ അവിടെ CCTV ദൃശ്യങ്ങൾ, അന്നത്തെ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ കാർത്തിയുടെ കല്യാണം നടന്ന ദിവസത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ കാർത്തിയുടെ കല്യാണം കഴിഞ്ഞ് തൊട്ട് പിന്നാലെ തന്നെ കിരണിന്റെ വണ്ടി അങ്ങോട്ടേക്ക് കയറി വരുന്ന കണ്ടു. അപ്പോഴേക്കും CIക്ക് മനസ്സിലായി, കാരണം കല്യാണം നടന്ന് അവരത്ര പെട്ടെന്ന് ഇവിടെ എത്താൻ സമയമായിട്ടില്ല, അവിടെ കുറച്ച് സമയം കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ. പക്ഷെ അതിനു മുമ്പ് കിരണിന്റെ വണ്ടി ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരുന്ന കണ്ടു. അതിനകത്ത് രതീഷും ബൈജുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വഴിയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു പക്ഷേ ബോഡി ആയിരുന്നിരിക്കണം ഇതിനകത്ത്, അങ്ങനെ ബോഡിയും കൊണ്ട് വന്നതായിരിക്കണം എന്നൊരു ചിന്ത. CI വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. CI അതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കുന്നുണ്ട്. അതേസമയം കല്യാണിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കിരൺ വന്നു കഴിഞ്ഞപ്പോൾ കല്യാണി അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. കിരണേട്ടൻ എന്തിനാ എന്നോട് മറച്ചു വെച്ചേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കിരണേട്ടൻ ലോക്കപ്പിലാന്നുള്ള കാര്യം ഒരു വട്ടം പോലും എന്നോട് പറഞ്ഞില്ലോ. പറയാറുന്നതിന് കാരണം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ കിരൺ പറഞ്ഞു, അത് പിന്നെ നിന്റെ മനസ്സ് വേദനിക്കില്ലെന്ന് കരുതിയിട്ടാ ഞാൻ അതിനെക്കുറിച്ച് പറയാതിരുന്നേന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, കിരണേട്ടൻ അറിയാലോ, നമ്മൾ തമ്മിൽ ഇതുവരെയായിട്ട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം തുറന്നു പറയുകയോ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പം കിരണേട്ടൻ ചെയ്തുണ്ടല്ലോ. കിരൺ പറഞ്ഞു, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലോ. വേലയും രതീഷും ഞാനൊക്കെ രക്ഷപ്പെട്ടില്ലേ. പിന്നെ നവീനെക്കുറിച്ച് അറിയാലോ, അവൻ നല്ല കഴിവുള്ളവനാണ്. പോരാത്തിന് നരസിംഹമൂർത്തി സാറിൻ്റെ കൊച്ചുമകനും കൂടെ അല്ലേ. അപ്പോൾ ആ രീതിക്കല്ലേ മുന്നോട്ട് പോകത്തുള്ളൂ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എങ്കിൽ എനിക്ക് പേടിയുണ്ട് കിരണേട്ടാന്ന് പറഞ്ഞു. എന്തിനും? ഇനിയിപ്പോൾ ആ ബോഡി എങ്ങാനും അവിടുന്ന് മാന്തിയാലോ. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക, അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോലില്ലെന്ന് പറഞ്ഞു. കല്യാണിക്ക് പക്ഷെ വല്ലാത്തൊരു ഭയം ഉണ്ടായിരുന്നു, എന്താ എങ്ങനെയാവുന്നൊക്കെ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് സ്റ്റെഫി കിരണിനെ കാണുന്നുണ്ട് വഴിക്ക് വെച്ച്. കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്റ്റെഫി കിരണിൻ്റെ അടുത്തേക്ക് വന്നു. കിരണിൻ്റെ അടുത്ത് എന്നിട്ട് കിരണിൻ്റെ കോളറിനോട് കുത്തിപ്പിടിക്കാൻ നോക്കണം. എടാ, നീ എൻ്റെ ഗംഗാപ്രസാദിനെ ഇല്ലാതാക്കി എല്ലാവരും ചോദിച്ചോണ്ട് കിരൺ പെട്ടെന്ന് കൈയും കൂടെ തട്ടിമാറ്റി. മാറ്റിട്ട് കൈയെന്നും പറഞ്ഞോണ്ട്, നീ ആരാന്ന് നിന്റെ വിചാരം? ജയിലിൽ കിടന്നിട്ട് അവൾ വന്നിരിക്കുന്നു അവളുടെ കാമുകനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട്, എന്നോട് ചോദിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സ്റ്റെഫി പറഞ്ഞു, പിന്നെ ആരുടെ ആളെ ചോദിക്കണ്ടേ, ഇതിൻ്റെ പിന്നിൽ നീയാന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഉണ്ടല്ലോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ എന്തേലും
തെളിവ് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, നിനക്കൊട്ടുള്ള പണി ഉറപ്പായിട്ട് ഞാൻ തരുമെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അങ്ങനെ നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നീ ചെയ്യടി, എന്താന്ന് ചെയ്യാൻ പറഞ്ഞു. ചെയ്യൂടാ, എൻ്റെ ഗംഗയെക്കുറിച്ചൊരു അറിവ് കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ, നീയൊക്കെ അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ ശവോടൊക്കെ ഞാൻ കൂടുമെന്ന് പറഞ്ഞു. അതേടി, നമുക്ക് കാണാം ആരാരെ തീർക്കാൻ പോണേന്ന് പറഞ്ഞുകൊണ്ട് കിരണും വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ കിരണിൻ്റെ മനസ്സിൽ കുറച്ച് അസ്വസ്ഥതകളുണ്ടായിരുന്നു. കിരൺ പക്ഷെ അതാരോടും പറയാൻ പോയില്ല. കല്യാണിൻ്റെ മുന്നിൽ അങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ, അവൾക്ക് ടെൻഷൻ ആവും ചെയ്യും. പോരാത്തിന് കല്യാണിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, തന്നെ സിയയ്ക്ക് നല്ല സംശയമുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ കല്യാണിയുടെ മനസ്സിലുണ്ട്. അങ്ങനെ 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കഴിഞ്ഞു പോവാണ്. ഈ സമയം സിയെ തന്നെ ആ അന്വേഷണം തുടരുവാണ്. അങ്ങനെ പിന്നീട് കിരണിന്റെ വീട്ടിലേക്ക് വീണ്ടും വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ജാനകിയെ ചോദ്യം ചെയ്യുവാണ്. ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ജാനകി ആദ്യം പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറഞ്ഞത്. പക്ഷേ എങ്കിൽ സിയെ വിട്ടില്ല. സിയെ പറഞ്ഞ് സത്യം പറഞ്ഞു. ആ തെങ്ങും തൈ എവിടെ വെച്ച് എന്നാന്ന് ചോദിച്ചു. അത് പിന്നെ സാർ ഞാൻ പറഞ്ഞല്ലോ, കൂടുതലൊന്നും ഉരുണ്ട് കളിക്കണ്ട, സത്യം പറഞ്ഞില്ല നിങ്ങൾ ലോക്കപ്പ് കൊണ്ട് ഇടിക്കൂന്നൊക്കെ പറഞ്ഞു. ജാനകി ആകെപ്പാടെ പേടിച്ചുപോയി. ജാനകി പറഞ്ഞു, എൻ്റെ സാറേ, കല്യാണ മോള എന്നോട് പറഞ്ഞത് ആ തെങ്ങും തൈ വെച്ചിട്ട് കുറേ കാലമായെന്ന് പറയണമെന്ന്, അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടെ പറഞ്ഞാന്ന് പറഞ്ഞു. ഓഹോ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്ന് പരിശോധിക്കണം എന്നൊക്കെ അയാളുടെ മനസ്സിൽ ചിന്തയുണ്ടായി. ഒടുവിൽ അതിനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ വാങ്ങുവാണ്. കിരണിൻ്റെ പറമ്പിലേക്ക് കുറേ പോലീസുകാരും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനാണ് കിരണ് ആ കാര്യം ശ്രദ്ധിക്കുന്നത്. കിരൺ പെട്ടെന്ന് പ്രതീക്ഷയിൽ എങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യം. അങ്ങനെ പോലീസുകാർ വന്നിട്ട് കിരണിനോട് പറഞ്ഞു, അതെ ഞങ്ങൾക്ക് ഈ പറമ്പൊന്ന് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് ഇവിടെ ഒന്നും ഇല്ലല്ലോ സാറെന്ന് പറഞ്ഞു. ഇനി പറയാൻ പറ്റില്ല, വല്ല നിധിയും കുടിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ലല്ലോ, അന്വേഷിക്കേണ്ട ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥനല്ലേ ഞാൻ, അപ്പം എനിക്ക് അന്വേഷിച്ചല്ലേ മതിയാവുള്ളൂ പറഞ്ഞു. പിന്നീട് അയാളും ബാക്കി പോലീസുകാരോട് പറഞ്ഞു, വാടാ കയറി വരാനൊക്കെ പറഞ്ഞു. എന്നിട്ട് അവരങ്ങനെ തൊടിയിലേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും അയൽവക്കത്തുള്ളവരൊക്കെ ചുറ്റും കൂടി അവരൊക്കെ നോക്കണം. അവർക്കാർക്കും ഏതാ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. കാരണം ഗംഗാപ്രസാദിന് തിരോധാനവുമായി ബന്ധപ്പെട്ട് കിരണിനെയാണ് അവർക്ക് സംശയം എന്നുള്ള കാര്യങ്ങളൊന്നും. പിന്നെ സംശയം ഉണ്ടെന്ന് പറഞ്ഞാലും കമ്പിവടിയും കൊണ്ട് തലയ്ക്കടിച്ചിട്ടാണല്ലോ കൊലപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ആ കമ്പിവടിയെ പതിഞ്ഞിരിക്കുന്ന ഇവരുടെ കൈവിരലടയാളങ്ങളല്ല, അത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് തെളിയിച്ചിട്ടുള്ള, അതുകൊണ്ട് കൊന്നെന്ന് പറയിക്കാണ്ട് പറ്റത്തൊന്നുമില്ല. ഇനിയിപ്പോൾ വേറെ ആരുടെയെങ്കിലും കളിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലും. ഈ സമയത്ത് കിരൺ ഈ കാര്യം പറഞ്ഞു. കിരൺ ഹോസ്പിറ്റലായിരുന്നു, വീട് മൊത്തം പോലീസാണ്, ഇങ്ങനെ അവിടെ വന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങുമെന്നൊക്കെ. അത് ജാനകിയാണ് വിളിച്ചു പറയുന്നത്. അത് കേട്ടപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കിരണ്, വല്ലാത്തൊരു വിഭ്രാന്തിയായി പോയി. ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. കാരണം കല്യാണി താനും തൻ്റെ മോനും ഒക്കെ നല്ല സുഖമായിട്ട് ജീവിക്കും, ഇവനെപ്പോലെ ദുഷ്ടൻ ഇവിടെ മണ്ണി പണ്ടേ കഴിയേണ്ടതാ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. പക്ഷേ അതൊക്കെ തകർത്തുകൊണ്ടാണ് ആ അന്വേഷണം കാര്യങ്ങളൊക്കെ വന്നത്. അങ്ങനെ ഒടുവിൽ സിഐ ഇവിടെ മാന്താനായിട്ട് കൂടെയുള്ള ആൾക്കാരോട് പറയണം. ആ 2-3 പേരെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഈ കുഴിമാടമൊക്കെ വന്ന ആൾക്കാരെ. അങ്ങനെ തെങ്ങ് പതുക്കെ വലിച്ചു പൊക്കാൻ നോക്കി. പക്ഷേ എങ്കിൽ പെട്ടെന്നൊന്നും സാധിച്ചൊന്നുമില്ല. സമയം കിരണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താവും അറിയത്തില്ല. പോലീസുകാരൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമല്ലേ, അവരുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ പറ്റില്ലല്ലോ. കിരൺ അങ്ങോട്ടേക്ക് മാറുന്നു. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര വിഷമമായിരുന്നു കല്യാണിക്ക്. ദൈവമേ, തൻ്റെ കിരണായിട്ട് എന്തെങ്കിലും സംഭവിക്കോ എന്ന് പോലൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ പോലീസുകാരൊക്കെ മാന്തി താഴേക്ക് വരുവാണ്. താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. ഒരുപക്ഷെ കിരണ ബോഡി അവിടെ നിന്ന് നേരത്തെ മാറ്റിയിട്ടുണ്ടായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ആണെന്ന് അറിയത്തില്ല, ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം. ഒരുപക്ഷെ കല്യാണിയാണോ അവൻ്റെ തലയ്ക്കടിച്ചതെന്ന്. അങ്ങനെ തലയ്ക്കടിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം പ്രകാശൻ ഏറ്റെടുത്ത് പ്രകാശൻ ജയിലിലേക്ക് പോകും. പ്രകാശൻ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നവീൻ ഉറപ്പായിട്ടും പ്രകാശനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കിരണിൻ്റെയും കല്യാണിൻ്റെയും വേദയുടെയും വിക്രത്തിൻ്റെയും അതുപോലെ തന്നെ ബാലൻ്റെയും ഗോമതിയുടെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാണെങ്കിലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.